നമസ്കാരം. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ, ഒരു പുരോഹിതൻ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു യുവതിയുടെ ശരീരത്തിൽ രഹസ്യ ഭാഗങ്ങളിലൂടെയൊക്കെ കൈ അഴയുകയാണ്. പിന്നീട് ആ യുവതി സാരി അഴിച്ച് ആ പുരോഹിതൻ്റെ മുന്നിൽ കിടക്കുകയാണ്. അതായത് ഭക്തിയുടെ മറവിൽ നടക്കുന്ന വൻ തട്ടിപ്പുകളുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്കറിയാം, കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണുള്ളത്. നിക്ഷേപ തട്ടിപ്പുകളുടെ ഒരു പെരുമഴ തന്നെയാണെന്ന് ഇപ്പോൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത ചെയ്ത ഉടൻ തന്നെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടക്കുകയും അപ്പോൾ പോലീസ് കേസ് കൊടുക്കുകയും ഇപ്പോൾ അതിൻ്റെ ഉടമ പ്രതാപൻ ജയിലിലാണ്. ക്രൈം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അധികം താമസിയാതെ അത്തരം ആളുകൾ കൃത്യമായി പോലീസ് അധികാരങ്ങളിൽ സ്വാധീനമില്ലെങ്കിൽ, ഇപ്പോൾ അധികാരങ്ങളിൽ സ്വാധീനമില്ലാതെ പിണറായി വിജയൻ അതേപോലെ ശശിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് കേസും ഏത് തട്ടിപ്പും ഇവിടെ നടത്താം, അതിനെ ഓഹരി അവിടെ കൊണ്ടുകൊടുത്താൽ മതി. എന്നാൽ അങ്ങനെയുള്ള എല്ലാത്ത തട്ടിപ്പുകൾ ഇവിടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കൃത്യമായ ഒരു പരാതി പോലീസിലെത്തുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടക്കുകയും ചെയ്താൽ അത്തരം ആളുകൾ ജയിലിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഹൈറിച്ച് പ്രതാപൻ. ഇപ്പോൾ ഞാൻ അതൊന്നല്ല പറയുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു മാർഗം തേടിയിരിക്കുകയാണ് ഇത്തരം തട്ടിപ്പുകാർ. അതിൽ ഏറ്റവും പുതിയ ശിവഭഗവാനും അതേപോലെ മുരുകൻ്റെ അവതാരമായി, മുരുകൻ്റെ സേനാധിപതിയായി ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് R രജിത്ത്. അവർക്കൊരു ഫൗണ്ടേഷൻ്റെ LMRL, ആ ഫൗണ്ടേഷൻ്റെ പേരിലാണ് തട്ടിപ്പുകളെല്ലാം നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ പേരിൽ പിരിക്കുന്നത്. മുരുക ഭഗവാനിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആശീർവാദവും അതേപോലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇദ്ദേഹത്തെ കണ്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ സേനാപതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഈ ഫൗണ്ടേഷൻ രൂപം കൊടുത്ത് വലിയ തോതിൽ പണം പിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന R രജിത്തുമായി രോഹിത് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അബാക് മീഡിയ എന്ന ചാനലിൽ നടത്തുന്ന വീഡിയോ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. തട്ടിപ്പിൻ്റെ ആൾരൂപം എങ്ങനെയൊക്കെ ജനങ്ങളെ തട്ടിക്കാം, ഭക്തിയുടെ പേരിൽ തട്ടിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന R രജിത്ത് എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റും. ആ ഇന്റർവ്യൂയിലേക്ക് ഒന്ന് പോകാം. പുസ്തകത്തിന്റെ അവസാന പേജിൽ നിന്നുള്ള ശകലങ്ങളാണ് വായിച്ചത്. ആരാണ് രജിത് കുമാർ R? ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് അങ്ങയെ പറ്റി പറയുന്നതായിരിക്കും. ഒരു മുരുകഭക്തൻ, മുരുകടിയാർ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഭഗവാന്റെ ചില ഡയറക്ഷനുകൾ, നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മുരുകഭക്തൻ. അതായത് മുരുക ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭക്തൻ. മുരുക ഭഗവാൻ നേരിട്ട് വന്ന് പറയുകയാണ്. അത് ആരെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങാനുള്ള ഏറ്റവും എളുപ്പമാർഗം മുരുക ഭഗവാൻ എനിക്ക് നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് കൃത്യമായി പറയുകയാണ് R രജിത്ത്. ലയൺ മയൂര റോയൽ കിങ്ഡം അതിന്റെ ക്യാപ്റ്റനാണ് മുരുകന്റെ വിശേഷങ്ങളുമൊക്കെയായി LMRTയുടെ പ്രവർത്തനങ്ങൾ വിവിധ രാജ്യങ്ങളിലൂടെ പരന്നൊഴുകുകയാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ന് LMRT പ്രവർത്തനം? ഒരു 10-15 രാജ്യങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾ ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഭഗവാന്റെ ഡയറക്ഷനിൽ എവിടെയാണ് ഡ്യൂട്ടി അവിടെ മാത്രം എല്ലാവരും ഇവിടുന്നൊക്കെ വന്ന് കൂടിച്ചേർന്ന് ഒരുമിച്ച് നടത്തി അവരവരുടെ ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകും. അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും ഒഴുകി വരും, വീണ്ടും തിരിച്ചു. ഇതാണ് അതിൻ്റെ രീതി. കേട്ടല്ലോ, 15 രാജ്യങ്ങളിൽ ഈ മുരുക ഭഗവാന്റെ പരിപാടികൾ നടത്തുന്നു. അതിൻ്റെ അർത്ഥം ഈ 15 രാജ്യങ്ങളിൽ നിന്നും പണം ഒഴുകുകയാണ്. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം രോഗങ്ങളും അതേപോലെ പലതരത്തിലുള്ള കടങ്ങളും മറ്റു പ്രശ്നങ്ങളിലും ദാമ്പത്യ പരാജയങ്ങളിലും അതേപോലെ ജീവിത വിജയങ്ങളിലും എല്ലാം തന്നെ പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അസ്വസ്ഥമായ ആ ജീവിതത്തിൽ മുരുക ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ രജിത്തിനെ കണ്ടാൽ അപ്പം തന്നെ മുരുക ഭഗവാൻ നേരിട്ട് ആവശ്യമുള്ള പണവും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മുരുക ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാം പരിഹരിക്കുമെന്നാണ് ഈ പറയുന്ന രജിത്ത് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച രജിത് കുമാറിന് എങ്ങനെയാണ് ഈ മുരുകന്റെ വിളി ഉണ്ടായത്? ആ കഥയിൽ തുടങ്ങാൻ പോകും. അതൊരു എൻ്റെ 28ാമത്തെ വയസ്സിലാണ്. ഒരു ദിവസം ഒരു സ്വപ്നം വരികയാണ്.
ഒരു വെളിച്ചം എന്നോട് പറയണം 30 വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും. ഒരു എന്താ പറയുക, സാധാരണ ഒരു ആളാണ് ഞാൻ. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ക്ലബ്ബ് അങ്ങനെ ഫുട്ബോളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ. അപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ 30 വയസ്സ് എന്ന് പറഞ്ഞ കാരണം അതിൽ നമ്മളൊരു ആകാംക്ഷ ജനിപ്പിച്ചു. എന്തുകൊണ്ട് 30 വയസ്സിൽ എന്താ നടക്കാൻ പോണേ? അന്ന് 28 വയസ്സാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു സ്ഥലമായ പഴനിയിൽ പോയി, മുരുകൻ്റെ സ്ഥലം പഴനിമല, പോയി തൊഴുതു വന്നു. പിന്നെ അത് വിട്ടു, നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോയി. പക്ഷെ 30ാമത്തെ വയസ്സിൽ എന്തും നടക്കുന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എവിടെയാണ് കിടക്കണ്ടായിരുന്നു. ഒരു ദിവസം അത് നടന്നു. 30ാമത്തെ വയസ്സിലൊരു രാത്രി 9-9:30 ആയിണ്ടാവും. ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ഞാൻ കടക്കാൻ പോയി. കടന്നു, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡി സെമി പാരലൈസായി. പെട്ടെന്നൊരു കുട്ടി എൻ്റെ അടുത്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കുട്ടി എൻ്റെ പേര് വിളിക്കുന്നു. ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു തരാം, 3 വട്ടം ജപിക്കണം എന്ന് പറയുന്നുണ്ട്. ഏതൊരു മന്ത്രം എൻ്റെ കാതിൽ പറയുന്നുണ്ട്. ഞാൻ നാവുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. മന്ത്രം ഓർമ്മയില്ല, ഇന്നും ഓർമ്മയില്ല എനിക്കത്. അത് കഴിഞ്ഞാൽ കുട്ടി നടന്നു പോണു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ബോഡി റിലാക്സ് ആയി. ഞാൻ അങ്ങനെ കടന്നു ഉറങ്ങി. കാലത്ത് എനിക്കിപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് റീകളക്ട് ചെയ്തത്. അപ്പോൾ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോയി. പക്ഷെ 32ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ ലൈഫ് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അവിടുത്തെ തുടർച്ചകളാണ്. ഈ 32ാമത്തെ വയസ്സിലുണ്ടായ ആദ്യത്തെ സംഭവം കേട്ടല്ലോ. അദ്ദേഹത്തിന് നേരിട്ട് വന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമാർഗം എന്താ? ഭഗവാൻ എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു, എന്നോട് പറഞ്ഞു, ഞാനിത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുകയാണ് ദൗത്യം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? അതിനൊരു വെളിച്ചം വരുന്നു. ആ വെളിച്ചം വന്ന് അത് മുരുക ഭഗവാനായിരുന്നു. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് നമ്മളെ പറഞ്ഞ് വലിപ്പിക്കുന്നത്. 32ാമത് വെച്ച് പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നം വരെയാണ്. അന്ന കാലത്തൊക്കെ സ്വപ്നത്തിലൂടെയാണ്. ഒരു ഗുഹ കാണിച്ചു തരുന്നു, ഈ ഗുഹയിലേക്ക് വരണം. അത് ഗുഹ എനിക്ക് കാണിച്ചു തരണേ. സ്വപ്നത്തിൽ ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ പഴനിമലയിൽ തൊഴുതു നിൽക്കണു. പെട്ടെന്ന് എല്ലാവരോടും പുറത്ത് പോകാൻ പറയണു. അവിടെ നിൽക്കുന്ന ആൾക്കാർ അമ്പലം അടയ്ക്കാൻ പോകണമെന്ന് പറയണു. എനിക്ക് പുറത്ത് കിടന്നൊരു വഴി അറിയില്ല, താഴ്ത്തിക്കുക. അവസാനം അമ്പലത്തിൻ്റെ പിന്നിലൊരു വഴി കണ്ടെത്തണു. സാധാരണ നമ്മൾ കയറുന്ന വഴിയല്ല, പിന്നിലൊരു വഴി കണ്ടെത്തുന്നു. ആ വഴി കൂടെ ഇറങ്ങുമ്പോൾ ഒരു ഗുഹയിലേക്ക് എത്തുന്നു. ആ ഗുഹ ബോഗർചിദ്ർ. അപ്പോൾ ഒരാളെന്നോട് പറയുന്നു, ബോഗർചിദ്ർ 2ാമത്തെ വിഗ്രഹം ഇരിക്കണത് ഇവിടെയാണെന്ന് പറയുന്നത്. ഇതാണ് സ്വപ്നം. ഞാൻ അത് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് പഴനിയിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. ഞാൻ ആ സമയത്ത് പഴനിയിൽ ഇടയ്ക്ക് പോകുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒരാളുണ്ട്, മഹാലിംഗം എന്ന് പറഞ്ഞ ആൾ, ബാർബറ. ആള് വിളിക്കണം, എൻ്റെ കല്യാണമാണ്, വരണം എന്ന് പറഞ്ഞിട്ട്. അതൊരു ഭഗവാന്റെ വിളിയായിട്ട് എനിക്ക് തോന്നി. ആ ഡൗട്ടുകൾ മാറി ഞാൻ പോയി. അപ്പോൾ രാത്രിയിലെ കല്യാണം. അപ്പം പകല് പോയി ഭഗവാനെ തൊഴുക, രാത്രിയിൽ കല്യാണം കൂടി പിറ്റേ ദിവസം തിരിച്ചു വരിക. അപ്പം ഞാൻ അവിടെ എൻ്റെ ആളോട് ചോദിച്ചു, ഇങ്ങനെ പിന്നിൽ കൂടെ ഒരു വഴിയുണ്ട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു വഴിയുണ്ട്, മറ്റേ തീർത്ഥം ഭഗവാൻ അഭിഷേക തീർത്ഥം കൊണ്ടുവരുന്നവർ മാത്രം ഉപയോഗിക്കുന്ന വഴിയാന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ മല കയറി തൊഴാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പുറത്ത് പോകാൻ പറയുന്നത് വാതിലടയ്ക്കാണ്, അമ്പലം അടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതന്നെയല്ല ഒരാഴ്ച മുമ്പ് കണ്ടത്. എനിക്കൊരു ക്രിസ്റ്റഫർ നോളന്റെ സിനിമ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പം എന്തുകൊണ്ട് ഇപ്പം അടയ്ക്കണം? ശരി, രാത്രി അടയ്ക്കാറുള്ളൂ ചോദിച്ചപ്പോൾ അന്ന് സൂര്യസംഹാരമാണെന്ന് പറയുന്നു. അത് ഉച്ചയ്ക്ക് നട അടച്ചിട്ട് രാത്രിയാണ് ഭഗവാൻ വരുമ്പോൾ തുറക്കുള്ളൂ. ഞാൻ പിന്നെ കൂടെ പോകുമ്പോൾ വഴി എത്തണു. ആ വഴി കൂടെ നടന്നു പോകണു. ആദ്യം സമ്മതിക്കുന്നില്ല സെക്യൂരിറ്റിക്കാർ, പിന്നെ സമ്മതിക്കണു. ആ ഗുഹ കണ്ടെത്തണു. ആ ഗുഹ ഞാൻ അവിടുത്തെ കമ്മീഷണറോട് പറയണു ഇവിടെ വിഗ്രഹം ഉണ്ടെന്ന്. ഞാൻ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് അത് മാറും. അവരത് ഗൗരവമായിട്ട് എടുക്കണു. എന്നെ പരപ്പനങ്ങാട് ഉണ്ണീഷ് പണിക്കരുടെ അടുത്ത് കൊണ്ടുപോകണു. പഴനി ദേവസ്വം അവർ വന്നിട്ട് 21 ദിവസം പ്രാർത്ഥിക്കാൻ പറയണു. 18 ദിവസം പഴനിമലയിൽ എനിക്ക് ഭഗവാന്റെ റൂം തന്നിട്ട് ഫ്രീ ആയിട്ട് ദേവസ്വം റൂം വന്നിട്ട് ഞാൻ അന്ന് ഇരിക്കും. 2005-ത്തെ കാര്യമാണ് പറയുന്നത്. ഇരിക്കണു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഭഗവാൻ തിരിച്ചു പോകാൻ പറയണു. അവരോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു. പിന്നെ ഒരു യാത്ര തന്നെയായിരുന്നു. ബോഗർമോഷി സഞ്ചരിച്ച വഴിയിലൂടെ 2013 വരെ തുടർച്ചയായിട്ടുള്ള യാത്രകൾ. അന്ന് സ്വപ്നമാണ്. സ്വപ്നത്തിലൂടെ ഒരു മല കാണിച്ചു തരും. ഈ മലയിലേക്ക് വരിക, അവിടെ ബോഗർചിദ്ര തപസ് ചെയ്ത സ്ഥലമാണ്, ഇവിടെ വന്നിട്ട് തൊഴണം, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല സ്ഥലം. ഒരാഴ്ച ആകുമ്പോഴേക്കും ഏതൊരു കണക്ഷൻ. അതായത് ഈ പഴനിയിലൂടെ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ പിന്നിലൊരു വഴി, ഒരു ഗുഹയുണ്ട്. ആ ഗുഹ അദ്ദേഹത്തിന് ദിവ്യദർശനത്തിലൂടെ, അതായത് സ്വപ്നത്തിലൂടെ ദർശനം ലഭിക്കുകയാണ്. അപ്പോൾ ഈ ദർശനം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. അവിടെ ഒരു കല്യാണത്തിന് ക്ഷണിക്കും പഴനിയിലേക്ക്. മുരുക ഭഗവാൻ ക്ഷണിച്ചതായിട്ടാണ് തോന്നുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ പോകുന്നു. അതിനുശേഷം ഉണ്ടായുള്ള അനുഭവങ്ങൾ, പിന്നെ അദ്ദേഹം ഗോകർണത്തിലേക്ക് പോകുന്നു, അതായത് ഹിമാലയ പർവ്വതനിരകളിലേക്ക് പോകുന്നു. അദ്ദേഹം അവിടെ പോയിട്ട് തപസ്സിരിക്കാൻ പോകുന്നു തുടങ്ങിയുള്ള കെട്ടുകഥകളുടെ ഒരു ഘോഷയാത്ര തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിൽ മിടുക്കനാണ് ആർ രജിത്ത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്.
ഇതുപോലെ ജനങ്ങളെ ഭക്തന്മാർ നമുക്ക് ഇവിടെ ഭക്തന്മാർക്ക് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ മതി, അതോടുകൂടി അവിടെ ഓടിയെത്തുന്ന നന്നായിട്ടറിയുന്ന ഈ തട്ടിപ്പ് വീരൻ കൃത്യമായി അപ്ലൈ ചെയ്യുകയാണ്. താൻ മുരുക ഭഗവാന്റെ സ്വന്തം ആളാണ്, മുരുക ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്ക് ഏൽപ്പിച്ചതാണ് ദൗത്യം. നമുക്ക് അടുത്ത ഭാഗം കേൾക്കാം. കണക്ഷൻ ഒരാളായിട്ട് ബന്ധം വരും, ചോദിക്കുമ്പോൾ അവരുടെ ഗ്രാമത്തിലും ഒക്കെ തമിഴ്നാടാണ്, തമിഴ്നാടിൻ്റെ ഉൾഭാഗങ്ങൾ, അവിടേക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ടതൊക്കെ ഉണ്ടാവും. പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. ഒരു 3-4 മാസം കഴിഞ്ഞ് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യും അടുത്ത സ്ഥലത്തേക്ക്. ഇങ്ങനെ ഒരു കാടും മലയും ഗുഹകളും താണ്ടിയുള്ള ഒരു യാത്ര തുടർച്ചയായിട്ട് നടക്കുകയായിരുന്നു. 2012 മുരുകൻ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കാറുണ്ടോ? സ്വപ്നത്തിൽ ഡയറക്ഷനാ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആ രൂപം ഞാൻ ജ്യോതി രൂപത്തിലെ കണ്ടിട്ടുള്ളൂ, എനർജി രൂപത്തിലെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മള് ബിംബത്തിലോ ചിത്രങ്ങളിലോ കാണുന്നില്ല. അല്ല, 2013 ഞാൻ നേരിട്ട് കണ്ടു, അത് എനർജി രൂപത്തിലെ കണ്ടേ. അവിടെ നിന്നാണ് അടുത്തൊരു ഷിഫ്റ്റിങ് നടക്കുന്നത്. മുരുകനെ നേരിട്ട് അത് രൂപത്തിലല്ല, എനർജി. ഒരു ദിവസം ഞാൻ ഇതേപോലെ ഒരു കാലത്ത് 9:30 ഉണ്ടാവും. ഞാൻ ഫോൺ വിളിച്ച് നിൽക്കണം വീടിന്റെ ഗേറ്റിന്റെ അവിടെ. ഫോൺ വിളിച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നിൽക്കണ സമയത്ത് ബോഡി ഇതായി ഫ്രീസായി, കൈയും കാലം അനക്കാൻ പറ്റുന്നില്ല. സറൗണ്ടിങ് എയർ ഭയങ്കര ചൂടായി. ആരെന്നോട് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് മുരുകവാൻ രാജാതി അലങ്കാരത്തിൽ വരുന്നുണ്ട്, രാജ പവറിൽ വരുന്നുണ്ട്. പെട്ടെന്നൊരു ഇടി കിട്ടിയിരിക്കും അവിടെ, സ്ട്രോങ് ഇടി. ഫേസ് ഇങ്ങനെ മുകളിലേക്ക് ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊരു ക്ലൗഡ്, ഒരു മേഘം ഉണ്ടാവും. ആ മേഘത്തു നിന്ന് മെല്ലെ ഒരു വെളിച്ചിറങ്ങി വന്നു. അത്ര ഉയരമുണ്ട്, തെങ്ങിനെക്കാളും ഉയരമുണ്ട്, അത്ര വലുപ്പത്തിൽ. എനർജി താങ്ങാൻ പറ്റാണ്ട് അത്ര ചൂട്, സറൗണ്ടിങ് ആയിരുന്നു. ഞാൻ അങ്ങനെ തൊഴുതു നിന്നു, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മേഘത്തിനുള്ളിലേക്ക് വെളിച്ചം അതിലേക്കൊന്ന് പോയി, മേഘം അങ്ങനെ അപ്രത്യക്ഷമായി. ബോഡി റിലാക്സായിട്ട് ഞാൻ ഉള്ളിലേക്ക് പോയി, വീടിൻ്റെ ഉള്ളിലേക്ക്. ജനാലയിൽ പിടിച്ച് ഒരു അരമണിക്കൂർ നിന്നിട്ട് ആ ബോഡി നോർമലായി. അതുവരെ കണ്ണിന്ന് വെള്ളം വന്ന് ഷിവർ ചെയ്യായിരുന്നു. ഈ 5 മിനിറ്റ് ഈ വെളിച്ചം വന്ന 5 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ആരും വെളിയിൽ വന്നില്ല, അടുത്ത വീട്ടിൽ നിന്ന് ആരും വെളിയിൽ വന്നില്ല. മുമ്പിൽ റോഡുണ്ട്, അവിടെ ആരും വന്നില്ല. നാച്ചുറൽ ഫ്രീസായി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഭഗവാൻ എന്നുള്ള എനർജിയുടെ ഒരു കയ്യളവാണ് എനിക്ക് കാണിച്ചു തന്നെ. അതുപോലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അതായത് അദ്ദേഹത്തോട് മുരുക ഭഗവാൻ സംസാരിക്കാറുണ്ട്, ഡയറക്ഷൻ കൊടുക്കാറുണ്ട്. അവസാനം പ്രത്യക്ഷപ്പെട്ട് വീട്ടിൽ തന്നെ അദ്ദേഹം പുറത്ത് നിൽക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഫ്രീസായി. പെട്ടെന്ന് ഇടി കിട്ടി. മുകളിൽ നോക്കുമ്പോൾ ഒരു ദിവ്യ വെളിച്ചം, തെങ്ങിൻ്റെ ഉയരത്തിലൊരു വെളിച്ചം, അവിടെ എല്ലാം ഫ്രീസായി കിടക്കുന്നു, അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. നോക്കണം എന്തെല്ലാം വിധത്തിലുള്ള തട്ടിപ്പാണ്. പിന്നെ അയാൾ മടങ്ങി കണ്ണിന്ന് ധാരധാരയെ വെള്ളം ഒഴുകുകയാണ്. പിന്നെ അകത്ത് പോയി ജനവാലി പിടിച്ചു നിന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ആരും തന്നെ അവിടേക്ക് കയറി വന്നിട്ടില്ല. ആരും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. അടുത്ത വീട്ടിലില്ല. ചില തെളിവുണ്ടാകാൻ പാടില്ലല്ലോ. അടുത്ത വീട്ടിലാരും സ്വന്തം വീട്ടിലെ ആൾക്കാർ ഇത് കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുന്നത്. ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിക്കുമ്പോൾ അർജുനന് സ്പെഷ്യൽ പവർ കൊടുത്തിട്ടാണ് കാണിക്കുന്നത്. എന്നാലത് താങ്ങാൻ പറ്റുള്ളൂ, എനർജി, യൂണിവേഴ്സൽ എനർജി താങ്ങാൻ പറ്റുള്ളൂ. അതായത് അർജുന് കൃഷ്ണ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്ത പോലെയാണ് മുരുക ഭഗവാൻ വന്ന് തൻ്റെ വിശ്വരൂപം ആ തെങ്ങിൻ്റെ ഉയരത്തിൽ ദിവ്യ വെളിച്ചത്തിൻ്റെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന എന്തൊരു തട്ടിപ്പാണ്. മഹാൻ തന്നെ ഇദ്ദേഹം. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജനങ്ങളെ, ഭക്തന്മാരെ ഉണ്ടാക്കി അവരെ അടിമകളാക്കി, അവരെ കൊണ്ട് വീടും സ്വത്തും ഒക്കെ പണയം വരുത്തി, അല്ലെങ്കിൽ ഇവിടുന്ന് കടമെടുത്ത് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെയല്ലാതെ വേറെ എവിടെയാണ് കൊണ്ടിടുക? സാധാരണ നിക്ഷേപ തട്ടിപ്പുകാർ 1-2, 2-4, 4-8, 8-16 എന്നൊക്കെ രൂപത്തിലാണ്. ഇത് ഏത് പ്രശ്നം വേണമെങ്കിലും പരിഹരിക്കും. നമ്മൾ അലാവുദ്ദീൻ അത്ഭുത വിളക്കിൽ കണ്ടില്ലേ, അലാവുദ്ദീൻ ഇന്ന സാധനം കൊണ്ടുവരും എന്ന് പറയുമ്പോഴേക്ക് കൊണ്ടുവരുന്ന മാതിരി. അതേപോലെ ഇദ്ദേഹത്തെ കണ്ടാൽ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് അദ്ദേഹം സ്വയം സമർത്ഥിക്കുകയാണ്. മുരുകൻ്റെ നേരിട്ടുള്ള ഏജൻ്റാണ് കേരളത്തിൽ ആർ രജിത്ത്. എന്നാലത് താങ്ങാൻ പറ്റുള്ളൂ, എനർജി, യൂണിവേഴ്സൽ എനർജി താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പൺ ഹൈബർ സിനിമയിൽ ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഭഗവത്ഗീതയുടെ എനർജിയുടെ എക്സ്പ്ലോഷൻ ആ വാചകം അദ്ദേഹത്തിന് മനസ്സിൽ വന്നത്. അപ്പോൾ ആ എനർജിയുടെ ഒരു കയ്യളവ്, ഭഗവാന്റെ എനർജി കയ്യളവ് എനിക്ക് അന്ന് കാണാൻ പറ്റി. അവിടെ തൊട്ട് ഒരുപാട് വട്ടം ഞാൻ ആ എനർജി രൂപത്തിൽ കണ്ടിട്ട്. അന്ന് കണ്ട ആ എനർജി, അല്ലെങ്കിൽ ഭഗവാൻ താങ്കളോട് സ്വപ്നത്തിൽ പറയുന്നു 30ാമത്തെ വയസ്സ് മുതൽ താങ്കൾ ഭഗവാന്റെ സംരക്ഷണയിലായിരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ശക്തിയുള്ളതായിട്ട് അവകാശപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ഭക്തനാണ്. അദ്ദേഹം എന്നോട് പറയണു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു ശക്തി ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കാറുണ്ട്.
പ്രാർത്ഥിക്കണം. ഞാൻ നോക്കുമ്പോൾ 95% ആൾക്കാർക്ക് റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പോഴും ഞാൻ അവരോട് പറയണത് ഇത് എൻ്റെ കഴിവല്ല. അവർ തരുന്ന പ്രാർത്ഥന, ആ ഫയൽ ഞാൻ ഭഗവാന്റെ മുമ്പിൽ വെക്കും. ഭഗവാനെ ഇവർക്ക് വേണ്ടി ഒന്ന് കാത്തോളണേ. ഭഗവാൻ എന്നോട് ഒരു ഇഷ്ടമുണ്ട്, അദ്ദേഹത്തിന് ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യണ ഒരാളാണ്. അപ്പോൾ നമുക്കൊരു പ്രൈം മിനിസ്റ്റർക്ക് കയറ്റി വേണ്ടപ്പെട്ട ആൾ ഒരു ഫയൽ നീക്കിയിട്ട് ഒന്ന് ഒപ്പിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒപ്പിട്ടെന്ന് വരും. അതായത് ജനങ്ങളെ പ്രശ്നങ്ങളായി വരുമ്പോൾ അവരുടെ മാറാവാദികൾ, അതേപോലെ അവരുടെ വീട്ടു പ്രശ്നങ്ങൾ, അതേപോലെ മാനസിക പ്രശ്നങ്ങൾ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഫയലുമായി ചെന്ന് കഴിഞ്ഞാൽ ആ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുരുകഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കും. ആ മുരുകഭഗവാൻ പറയും ആ ഫയൽ കൊടുത്തിട്ട് ഒപ്പിടറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പിടുന്ന പണിയാണ് അദ്ദേഹത്തിന്. അതേപോലെയുള്ള അവിശ്വസനീയങ്ങളായ കാര്യങ്ങൾ വിശ്വസനീയമാക്കി കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ ആർ രജിത്ത് വിജയിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഒരു മുരുകൻ്റെ ഭക്തനാണെങ്കിൽ അതിൽ സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഈ ആർ രജിത്തിന് പൈസ കൊണ്ട് കൊടുക്കും. ഈ തട്ടിപ്പ് വീരൻ്റെ ലീലാവിലാസങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നുമല്ല, ബാക്കി കാര്യങ്ങൾ വിശദമായി പറയാം. അതായത് ഇദ്ദേഹം ആരാണെന്ന് ഒരു കൂടി മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. KSEBയിലാണ് ജോലി, തൃശ്ശൂരിലാണ് ജോലി. തൃശ്ശൂരിൽ KSEBയിൽ ജോലി എടുക്കുമ്പോൾ ഇദ്ദേഹം LMRL എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു. അതിൻ്റെ പേരിൽ പൈസ പിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടത്തും. മുരുകഭഗവാന്റെ പേരും പറഞ്ഞുകൊണ്ട് നേരിട്ട് മുരുകഭഗവാന്റെ സേനാപതിയാണെന്നും നേരിട്ട് ഫയലുകളൊക്കെ ഒപ്പിടാൻ വേണ്ടി അവിടുന്ന് കൊടുത്ത ആളാണെന്നും ഒക്കെ ഇവിടെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. ഏത് പ്രശ്നങ്ങളും ഇവിടെ വന്നാൽ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നു. അങ്ങനെ തട്ടിപ്പിൻ്റെ പുതിയ രൂപമായി കേരളത്തിൽ എവിടെ നോക്കിയാലും തട്ടിപ്പാണ്. ആട് മാജ്യം തുടങ്ങിയുള്ള തട്ടിപ്പുകൾ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ തട്ടിപ്പ് എല്ലാം നമുക്കറിയാം. നമുക്ക് 100 റുപ്യ ഉണ്ടെങ്കിൽ 200 റുപ്യയാക്കി, 200 റുപ്യ 400 റുപ്യയാക്കുന്ന ഒരു തട്ടിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്രയിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും പുതിയ മാർഗമാണ് ഭക്തിയുടെ പേരിലുള്ള തട്ടിപ്പ്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇത്തരം ആളുകൾ. സ്ത്രീ വിഷയങ്ങളിൽ പലരും ഇത്തരം ആളുകൾ ദുർബലരായിരിക്കും. മുമ്പ് ശബരിമല അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നാരായണ നമ്പൂരി ഉണ്ടായിരുന്നു, മേൽശാന്തി. അദ്ദേഹം തൃശ്ശൂരിലുള്ള ഒരു ടീച്ചറെ വലയിൽ വീഴ്ത്തിയ അവസാനം അവരെ അദ്ദേഹത്തെ ഗർഭിണിയാക്കി. അതിൽ കുട്ടി ജനിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയായിട്ട് അയാളുടെ കൂടെ തന്നെ കഴിയുന്നത്. ഞാൻ ഒരു ദിവസം അടുത്ത ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു ഒരിക്കൽ വെച്ചിട്ട്. ഇതുപോലെയുള്ള അയ്യപ്പനും അതേപോലെയുള്ള മുരുകനും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു, അവർ പറയാന്ന് പറഞ്ഞിട്ട് നടത്തുന്ന വലിയ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ഏട് മാത്രമാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.